നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാക്ക്ഗ്രൗണ്ട് എന്താണ്? CMA അല്ലെങ്കിൽ CA സ്റ്റുഡൻസ്, അതായത് നമ്മുടെ കൊമേഴ്സ് പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആൻഡ് യൂണിയൻ ബഡ്ജറ്റ് 2020-24. നിങ്ങൾക്കറിയാം, ഈ വർഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് ബഡ്ജറ്റ് വരുന്നത്. ഫെബ്രുവരിയിൽ ഒരു ബഡ്ജറ്റ് വന്നാൽ നമ്മൾ ഇന്ററിം ബഡ്ജറ്റ് എന്ന് വിളിക്കും. കാരണം ഇലക്ഷന്റെ വർഷമായിരുന്നു. കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമാണ് ആ ബഡ്ജറ്റ്. അതിനുശേഷം ഈ വർഷത്തെ ആക്ച്വൽ ബഡ്ജറ്റ് വന്നു. ഇന്നലെ വന്നു. ബഡ്ജറ്റിൽ കുറെ കീ ചേഞ്ചസ് ഉണ്ട്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ 115 BACയിലെ ടാക്സ് റേറ്റ്, ആ ഒരു സ്ലാബ് റേറ്റ് ഇല്ലേ, അതിലൊരു ഒരു ഒരു ചെറിയ ഒരു അഴിച്ചുപണി ഉണ്ടായിരുന്നു. അതിന്റെ സ്ലാബ് റേറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ റേറ്റ് മാറി, ഫാമിലി പെൻഷന്റെ എക്സംഷൻ മാറി. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഓർമ്മയുണ്ടോ? ബിയോണ്ട് 1 lakh ആയിരുന്നു നമ്മൾ ടാക്സ് ചെയ്യുന്നത്, ഇപ്പോൾ 1.25 lakhs ആക്കി. അതുപോലെ ടാക്സ് റേറ്റിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പറയാനായിട്ട് വേണമെങ്കിൽ കുറച്ച് റേറ്റിന് വ്യത്യാസങ്ങൾ, അതായത് കുറവുണ്ട്. ഓക്കെ, ഞാൻ ചേഞ്ചസിനെ പറ്റി സംസാരിക്കാനല്ല വന്നത്. ചേഞ്ചസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചേഞ്ചസ്, എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് അറിയാനായിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ ഞാൻ പറയാൻ വന്നത്, ഈ വരുന്ന ബജറ്റും, അതായത് ഈ വന്ന ബജറ്റും നമ്മൾ പോലുള്ള പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാന്ന്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചുറ്റുപാടും ഉള്ള ആൾക്കാർക്ക് അറിയാം നിങ്ങൾ ഇൻകം ടാക്സും GST ഒക്കെ പഠിക്കുന്നുണ്ടെന്ന്. ഈ ബഡ്ജറ്റിനെയൊക്കെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയണം. നിങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള കുറച്ച് ബോധം വേണം, അല്ലെങ്കിൽ ആ ഒരു മിനിമം സെൻസ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഓരോ ബഡ്ജറ്റ് വന്നതോറും എന്താണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇമ്പാക്ട് ചെയ്യാമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതൊന്നാമത്തെ കാര്യം. ഇനി എക്സാമിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, നെക്സ്റ്റ് വരുന്ന എക്സാം ഏതാ? CMAയുടെ കാര്യം പറയുകയാണെങ്കിൽ CMAക്ക് എക്സാം നെക്സ്റ്റ് ഡിസംബറിലായിരിക്കും വരാം. ശരി. CAയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ വരുന്ന നവംബറിലായിരിക്കും എക്സാം വരാം. രണ്ടും 2024 ഡിസംബറും 2024 നവംബറിലും അല്ലേ? അതെ. അത് കഴിഞ്ഞ് വരുന്ന എക്സാമിന് CMA സംബന്ധിച്ച് വരികയാണെങ്കിൽ ജൂൺ 2025. അതുപോലെ CA സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെയ് 2025. ആ എക്സാമിനേഷനിലാണ് ഈ വരുന്ന ഇപ്പൊ വന്ന ബഡ്ജറ്റിന്റെ ചേഞ്ചസ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താ, നമുക്കറിയാം ഇൻകം ടാക്സിൽ ഇൻകം ഏൺഡ് ഇൻ ദ പ്രീവിയസ് ഇയർ ഈസ് ടാക്സബിൾ ഇൻ ദ അസസ്മെന്റ് ഇയർ. കഴിഞ്ഞ വർഷം ഏൺ ചെയ്ത ഇൻകം ആണ് നമ്മൾ ഈ വർഷം ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്യുന്ന കണക്ക് മുഴുവൻ കഴിഞ്ഞ വർഷത്തിന്റെ ഇൻകത്തിന്റെയാ. കഴിഞ്ഞ വർഷത്തിന്റെ ഇൻകം ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ ആക്ട് ആയിരിക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതായിരിക്കും അവിടെ ആപ്ലിക്കബിൾ ആവുക. അപ്പോൾ കറന്റ് ഈ വരുന്ന എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത് 2023 ബഡ്ജറ്റിൽ വന്ന ചേഞ്ചസ് ആണ് നിങ്ങൾ ഈ വരുന്ന ഡിസംബർ എക്സാമിനേഷനും അല്ലെങ്കിൽ നവംബർ എക്സാമിനേഷനും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന എക്സാം, അതായത് ജൂൺ 2025 അല്ലെങ്കിൽ മെയ് 2025, അതായത് 2025 ഇയറിൽ ഏപ്രിലിന് ശേഷം വരുന്ന എക്സാമുകൾക്കെല്ലാമാണ് ഈ വരുന്ന ബഡ്ജറ്റ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, നമ്മൾ ഈ വരുന്ന ഡിസംബർ അറ്റംപ്റ്റിന് വേണ്ടിയിട്ടുള്ള CMA ഇന്റർമീഡിയറ്റിന്റെ സൂപ്പർ 60 ക്ലാസ്സസ്, സൂപ്പർ 60 ബാച്ച് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 5-നാണ്, ഓഗസ്റ്റിന്റെ ഫസ്റ്റ് തിങ്കളാഴ്ച. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കാം. അടുത്ത പ്രാവശ്യം നമ്മൾ നമ്മുടെ ബ്രൗഷർ പ്രിപ്പയർ ചെയ്യുമ്പോൾ പാസ്സായ സ്റ്റുഡൻസിന്റെ ഫോട്ടോയുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരിക്കണം. ആ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഫുള്ളി അമൻഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോണത്. അതുമാത്രമല്ല, നിങ്ങൾ എവിടെയാണോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾ റിലാക്സ് ആയിട്ടിരുന്നോ. ഈ ബഡ്ജറ്റ് എന്തായാലും ഈ അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ആസ് എ CA, ആസ് എ CMA, ആസ് എ CA സ്റ്റുഡൻറ്, അത് കൊമേഴ്സ് പ്രൊഫഷണൽ സ്റ്റുഡൻസ്, നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് ചേഞ്ച് ആണ് ഈ ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ബഡ്ജറ്റ് വന്നതിന് ശേഷം ഷെയർ മാർക്കറ്റ് ചെറിയ രീതിയിൽ ചെയ്യാവും. ആദ്യത്തെ ഇലക്ഷന്റെ റിസൾട്ട് വന്നതുപോലെയല്ല, ചെറിയ രീതിയിൽ ഒന്ന് ക്രാഷ് ആയി. എന്തായാലും അതൊരു സ്റ്റിൽ നല്ല ക്രാഷ് തന്നെയാണ്. ഗോൾഡിന്റെ റേറ്റ് കുറഞ്ഞു. ഇന്ന് 2000 രൂപയാണ് പവന് ഗോൾഡിന്റെ റേറ്റ് കുറഞ്ഞത്. അപ്പോൾ അതിന്റെ റീസൺ എന്താണ്? അതായത് ഗോൾഡിന്റെ നമ്മുടെ കസ്റ്റം ഡ്യൂട്ടിയിൽ ചെറിയൊരു റേറ്റ് കുറവ് വന്നു. അതിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇപ്പോൾ ഗോൾഡിന്റെ റേറ്റ് കുറഞ്ഞത്. ഇനി മൊബൈൽ ഫോണിന്റെ റേറ്റ് കുറയും എന്ന് പറയുന്നുണ്ട്. ടാക്സ് കൂടുതൽ അടക്കേണ്ടി വരും. അതായത് 3 ലക്ഷത്തിന് മുകളിൽ, അതായത് 3,20,000 30,000 ഒക്കെ ഇൻകം വരുന്ന ആൾക്കാർ അടുത്ത വർഷം മുതൽ ടാക്സ് അടക്കേണ്ടി വരും, ടാക്സ് റിട്ടേൺ അടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ചെറിയ ഇംപ്ലിമെന്റേഷൻ. അതുമാത്രമല്ല, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇൻട്രാഡേ വിട്ടേക്ക് നമ്മൾ ഈ പറഞ്ഞ കുറച്ച് നാളത്തേക്ക് ഷോർട്ട് ടേമിലേക്ക് ഷെയർ ഹോൾഡ് ചെയ്തിട്ട് ഷോർട്ട് സെയിലിംഗ് ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം എക്സ്ട്രാ ടാക്സ് ബേർഡനാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ വട്ടം വന്ന ചേഞ്ചസ് എന്താണെന്നും അത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നതും എന്നുള്ള കീ ഫാക്ടേഴ്സ് എല്ലാം അടങ്ങിയ വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ സോഫാർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം, ഈ ചേഞ്ച് ഈ വരുന്ന എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനില്ല. പഴയതാണ് പഠിക്കാനുള്ളത്. പഴയെന്ന് പറഞ്ഞാൽ 2023 ഫൈനാൻഷ്യൽ ആക്ട് ആണ് പഠിക്കാനുള്ളത്. കൂളായിട്ടിരിക്കുക. ഓക്കെ, ബൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി ഒക്കെ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ബൈ.